ശലഭമായി ഉയരുവാൻ മലരിനും മോഹമായി അതിരുകൾ ചിറകുപോൽ വിരിയുവാനോ ഹൃദയമാശ കൊള്ളുകയായി ശലഭമായി ഉയരുവാൻ മലരിനും നിറുപറ ഓണം പായസമേളയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിനകത്തും പുറത്തു നിന്നുമായി റെസിപ്പീസ് അയച്ചവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 4 പേർ ഇന്നും ഇവിടെ മത്സരിക്കാൻ എത്തിയിട്ടുണ്ട്. സോ പായസത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് എഴുതിയെടുക്കാൻ നിങ്ങൾ റെഡിയാണല്ലോ അല്ലേ? നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റൻസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി എത്തുന്നു ഹേമ ദയാനന്ദൻ കൊച്ചിയിൽ നിന്നും. എന്ത് ചെയ്യുന്നു? ഞാൻ വിപ്രയിൽ വർക്ക് ചെയ്യുന്നു. ഓ, എവിടെ? കടവന്ത്ര. കടവന്ത്രയിലാണ്. ഓക്കെ, വെരി നൈസ്. ഇന്ന് ഏത് പായസം ഉണ്ടാക്കാൻ പോണേ? ഞാൻ ക്യാരറ്റ് സേമിയ. ക്യാരറ്റും സേമിയയും, നൈസ് കോമ്പിനേഷൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നെക്സ്റ്റ് ഇസ് അംബിക കൃഷ്ണൻ ഫ്രം കൊച്ചി. നമസ്കാരം ചേച്ചി, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എന്ത് ചെയ്യണു ചേച്ചി? ഞാൻ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഏത് പായസമാണ് ഉണ്ടാക്കാൻ? ചക്ക വരട്ടിയതുകൊണ്ട് ചക്ക പായസം. വെരി നൈസ്, ട്രഡീഷണൽ. ഓൾ ദി ബെസ്റ്റ്. അടുത്തതായി വരുന്നു സജനി ബെർണാൾഡ് ഫ്രം ചേർത്തല. എന്ത് പായസമാണ് ഉണ്ടാക്കുന്നത്? ഞാൻ നോർമലി സേമിയ വെർമിസെല്ലി. ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ഡെലീഷ്യസ് ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷ് അല്ലേ? അതെ. ഓൾ ദി ബെസ്റ്റ്, ഡു വെൽ. അടുത്തത് ലെറ്റ്സ് വെൽക്കം ശ്രീലക്ഷ്മി രാജീവ് ഫ്രം കൊച്ചി. നല്ലൊരു മലയാളി മങ്ക സ്റ്റൈലിൽ തന്നെ വന്നിരിക്കുകയാണ്. ഐ ലൈക്ക് ഇറ്റ് സോ മച്ച്. എന്ത് ചെയ്യണു? ഹൗസ് വൈഫാണ്. ഓക്കെ. എന്ത് പായസം ഉണ്ടാക്കാൻ പോകുന്നത്? നേന്ത്രപ്പഴം ചുവരി നേന്ത്രപ്പഴം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ 4 കണ്ടസ്റ്റൻസും ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അവരുടെ പായസങ്ങളുടെ ഇൻഗ്രീഡിയൻസ് പറയാൻ വേണ്ടിയിട്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ചേച്ചി, അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റാണ് നമ്മുടെ പായസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അത് ഇൻഗ്രീഡിയൻസ് സേമിയ, നെയ്യ്, കിസ്മിസ്, കശുവണ്ടി, ഷുഗർ, പാലും കൊണ്ടാണ്. ശരി, വെരി നൈസ്. ഹായ് ചേച്ചി. ഹായ്. സേമിയ പായസം. അതെ. ഇൻഗ്രീഡിയൻസ് പറഞ്ഞു. ചവരി, സേമിയ, ഷുഗർ, കിസ്മിസ്, നട്ട്സ്, ഏലക്ക, നെയ്യ്, പാല്. എഗെയിൻ പാൽ പായസമാണ്. അതെ. ശരി. നമ്മുടെ ചക്ക പായസത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു. ചക്ക വരട്ടിയതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. വീട്ടിലെ ചക്കയാണോ? വീട്ടിലെ ചക്ക. ഓ, വെരി നൈസ്. ചക്ക വരട്ടിയത്. പിന്നെ ശർക്കര കുറച്ച് തികയാണ്ട് വരും. അതുകൊണ്ട് ശർക്കര പായസമാണോ? ശർക്കര പായസം. ഓക്കെ. തേങ്ങാപ്പാൽ, പിന്നെ ചുക്കും ജീരകവും കുറച്ച് ഏലക്കായും കൂടി പൊടിച്ചത്. തേങ്ങാക്കൊത്ത്, കശുവണ്ടി, കിസ്മിസ്, നെയ്യ്. ശരി. നമ്മുടെ നേന്ത്രക്കായ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പായസം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇത് ശർക്കര ഒരുക്കിയത്, ചൗവരി, ഏലക്ക, കിസ്മിസ്, കാഷ്യൂനട്ട്, തേങ്ങാക്കൊത്ത്, നെയ്യ്, 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്. ഓക്കെ. 3-ാം പാലിലാണ് വേവിക്കുന്നത്. ശരി. അപ്പോൾ നമ്മുടെ 4 കണ്ടസ്റ്റൻസിൻ്റെയും ഇൻഗ്രീഡിയൻസ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തൽക്കാലം വാചകത്തിൽ നിന്നും പാചകത്തിലേക്ക് പോവാം. റെഡി? ഓക്കെ. ഐശ്വര്യയുടെ ഗ്യാസ് കത്തിച്ചു. ആദ്യം നെയ്യ് ഒഴിക്കുക. ഒഴിച്ചിട്ട് ആദ്യം കിസ്മിസും നട്ട്സും സോട്ട് ചെയ്യാം അല്ലേ? അതെ.
അതിനുശേഷം വെർമിസെല്ലി. നെയ്യ് ഒഴിച്ചു അല്ലേ? അതെ, നെയ്യ് ഒഴിച്ചു. ഇനി ഒന്നത് ഒരു സ്മെല്ല് വന്നു കഴിയുമ്പോൾ കശുവണ്ടിൻ്റെ ഇട്ട് മൂപ്പിച്ചിട്ട് മാറ്റി വയ്ക്കും. അതെ, നട്ട്സും ചക്ക വരട്ടിയത് ആഡ് ചെയ്യാം. നമ്മൾ നെയ്യ് ഒഴിച്ചു. എന്നിട്ട് കിസ്മിസ് നട്ട്സ് ഒക്കെ സോട്ട് ചെയ്തെടുത്തു. ഇനി അടുത്തത് ഫ്രൈ ചെയ്തെടുത്തു അല്ലേ? ഇനി ഇതിൽ തന്നെ തേങ്ങാക്കൊത്തും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. തേങ്ങാക്കൊത്തും കൂടി ഫ്രൈ ചെയ്തു. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് നേന്ത്രക്കായ, സേമിയ ഇട്ടു. അതെ. എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിച്ചത്? സേമിയ ഇട്ട് വറുത്തു, ഒന്ന് ബ്രൗൺ കളറായപ്പോൾ അത് വേവാനായിട്ട് കുറച്ച് പാലൊഴിച്ചിരുന്നു. നമുക്കുള്ള പാലിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് ഓക്കെ. ഈ സേമിയ നമ്മൾ ആദ്യം ഒന്ന് ബ്രൗൺ ആവുന്നവരെ ഫ്രൈ ചെയ്യണം അല്ലേ? അതെ. പഞ്ചസാര ആവശ്യത്തിന്. ശർക്കരപ്പാനി അതിലും. ഇതിപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? നേന്ത്രപ്പഴം അത് ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുത്താണ്. പഴത്തിൻ്റെ സ്മെല്ല് വരുന്നു. ഇനി ശർക്കരയിലും കൂടെ കിടന്ന് ഒന്നുകൂടി ഒന്ന് വേവണം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇടാറായി. അതെ. ആക്ച്വലി ഇത് അധികം നേരം ഇട്ട് വെക്കേണ്ടെന്ന് തോന്നുന്നു അല്ലേ? ക്യാരറ്റ് ഓൾറെഡി വെന്ത കാരണം നമുക്ക് കുറച്ച് ടൈം മതി. ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് ഫിനിഷിംഗ് പോയിന്റ് എത്താറായില്ലേ? ഇനി പാലൊഴിക്കണം. ചുക്കും ജീരകവും കുറച്ച് ഏലക്കായും കൂടി പൊടിച്ചത് അത് ആഡ് ചെയ്യും. ചുക്കും ജീരകവും ഏലക്കായും. കളറൊക്കെ മാറി, രൂപമൊക്കെ മാറി. ഇനി ഇതൊന്ന് വറ്റിയ ഒരു പാകമാകുമ്പോൾ ഓഫ് ചെയ്യാം. ഇപ്പൊ എങ്ങനെ ഇത് ഇത്രയും ഒരു ലിക്വിഡ് ഫോമിലേക്ക് ആയത്? നമ്മൾ പാലൊഴിച്ചു. ഓ, പിന്നെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല? പഞ്ചസാര. എന്തൊക്കെയൊക്കെയോ സംഭവിച്ചു. മൂന്നാം പാൽ ഒഴിച്ചു. ശരി, അപ്പോൾ അത് ഒഴിച്ചു. അത്രേ ഉള്ളൂ? അല്ല, ഇനി അത് ഒഴിച്ചത് അത്രേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. മൂന്നാം പാൽ ഒഴിച്ചു. ഇനി ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിക്കണം. ചുവരി ഇട്ടു. ഇനി അത് വേവണം അല്ലേ? അതെന്ത് റെഡിയായി, എല്ലാം റെഡിയായി പായസം. അതെ, വെരി ഫാസ്റ്റ്. കുറുകിക്കൊണ്ടിരിക്കും. നമ്മളെപ്പോഴും ഇങ്ങനെ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയില്ല. അത് എല്ലാ പായസത്തിന്റെ കേസിൽ അത് തന്നെയല്ലേ? പാൽ പായസം പ്രത്യേകിച്ച് പാൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. അപ്പോൾ അത് കൈവിടാതെ ഇളക്കണം എന്നുള്ളതാണ്. നമ്മളതിൽ ഇത്തിരി ഏലക്ക പൊടിച്ച് വെച്ചതിട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒന്നാം പാൽ. ഇനിയാണ് ഒന്നാം പാൽ. അതെ. ഇളക്കി ചേർത്തിട്ട് തീ ഓഫ് ചെയ്യാം. സോ നമ്മുടെ 4 പായസവും ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സോ
സോ അടുത്താണ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. സോ ആദ്യം കഴിഞ്ഞ സേമിയയിൽ തന്നെ തുടങ്ങാം. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഒരു നൊസ്റ്റാൾജിക് പായസമാണ് സേമിയ. കാരണം ഏറ്റവും സിമ്പിളായിട്ട് എല്ലാ വീടുകളിലും പൊതുവെ കോമൺ ആയിട്ട് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പായസമാണ് സേമിയ. നമ്മൾ സാധാരണ എപ്പോഴും കഴിക്കാറുള്ള അതേ ഒരു നമ്മുടെ അമ്മ ഉണ്ടാക്കി തരുന്ന അതേ സ്വാദ്. വെരി ഗുഡ്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പറഞ്ഞോളൂ പ്രേക്ഷകർക്കായിട്ട്. ആദ്യം നെയ്യൊഴിച്ചു. അതിൽ കിസ്മിസും നട്ട്സും വറുത്ത് പോരണം. കുറച്ചുകൂടി നെയ്യിൽ വെർമിസെലിൻ വഴറ്റണം. അത് വഴന്നു കഴിഞ്ഞാൽ അതിനകത്ത് പാല് ചേർത്ത് വെർമിസെലിൻ വേവിക്കണം. വെന്ത് വരുമ്പോഴത്തേക്കും വെന്ത ചവ്വരി ചേർക്കണം, ഷുഗർ ചേർക്കണം, ഏലക്ക പൊടിച്ചത്, വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സും കിസ്മിസും ചേർത്ത് ഇറക്കാം. അത്രയേ ഉള്ളൂ, സിമ്പിൾ. സേമിയ പായസം. ചേരുവകൾ: സേമിയ 250 ഗ്രാം, പാൽ 1 ലിറ്റർ, ചവ്വരി 100 ഗ്രാം, ഏലക്കപ്പൊടി ആവശ്യത്തിന്, പഞ്ചസാര 2 കപ്പ്, കിസ്മിസ്, കശുവണ്ടി എന്നിവ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: ആദ്യം കശുവണ്ടി, കിസ്മിസ് എന്നിവ നെയ്യിൽ വറുത്ത് മാറ്റിവെക്കുക. നെയ്യിൽ സേമിയ വറുത്ത് ചുവപ്പ് പരുവമാകുമ്പോൾ പാലൊഴിച്ച് വേവിക്കുക. ഇതിലേക്ക് പഞ്ചസാരയും വേവിച്ച ചവ്വരിയും ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് തിളപ്പിക്കുക. ഒടുവിലായി ഏലക്കപ്പൊടിയും കിസ്മിസും കശുവണ്ടിയും ചേർക്കുക. സേമിയ പായസം റെഡി. അടുത്തത് ചക്കപ്പായസം. ചക്കവരട്ടി. ചക്കപ്രഥമൻ. ചക്കപ്രഥമൻ. ഓത്തൻറ്റിക് ചക്കപ്രഥമൻ, ഒന്നും പറയാനില്ല. ഔട്ട്സ്റ്റാൻഡിങ്. സച്ച് എൻ ഓത്തൻറ്റിക് ഡിഷ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസും അതിൻ്റെ മേക്കിങ്ങും ഒന്നുകൂടി ഒന്ന് പ്രേക്ഷകർക്കായിട്ട്. ചക്ക വരട്ടിയതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതിലാണ് ടേസ്റ്റ് വരുന്നത്. ചക്ക നെയ്യിട്ട് നേരത്തെ വരട്ടി വയ്ക്കും. പിന്നെ ശർക്കര കുറച്ച് പോരാണ്ട് വരും. അതുകൊണ്ട് ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് അത് കുറച്ച് മിക്സ് ചെയ്യും. ഒന്ന് തിളച്ച് ഒന്ന് വരണ്ട് കഴിയുമ്പോൾ രണ്ടാമത്തെ പാലൊഴിക്കാം. ആദ്യം രണ്ടാമത്തെ പാലൊഴിക്കാം. അത് ഒരു നമുക്ക് വേണ്ട അത്രയും വെള്ളത്തിലായി കഴിഞ്ഞ് അത്രയും നേരം വരട്ടണം. വരട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ തലപ്പാലിൽ ചുക്കും ജീരകവും കുറച്ച് ഏലക്കായും പൊടിച്ചരിച്ചത് മിക്സ് ചെയ്ത് അത് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ സ്ലോ തീയിലിട്ടിട്ടാണ് ഒഴിക്കണേ. അത് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യുകയും ചെയ്യാം. പിന്നെ വറുത്ത സാധനങ്ങളിടാം. കൊട്ടത്തേങ്ങ വറുത്തത്. കൊട്ടത്തേങ്ങ വറുത്തത് അത് നെയ്യൊഴിച്ച് തന്നെ വറുക്കണം. നെയ്യൊഴിച്ച് വറുക്കണം. പിന്നെ കിസ്മിസ്, കശുവണ്ടി, നട്ട്സ് അത് വറുത്ത് ആഡ് ചെയ്യാം. അത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. ചക്ക വരട്ടി ഇതുണ്ടെങ്കിൽ. ചക്ക പായസം. ചേരുവകൾ: ചക്ക വരട്ടിയത് 500 ഗ്രാം, ശർക്കര 250 ഗ്രാം, തേങ്ങാപ്പാൽ 2 തേങ്ങയുടേത്, ചുക്ക്, ജീരകം, ഏലക്ക എന്നിവ ആവശ്യത്തിന്, നെയ്യ് 50 ഗ്രാം, തേങ്ങാക്കൊത്ത് ആവശ്യത്തിന്, കശുവണ്ടി, കിസ്മിസ് എന്നിവയും ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: കശുവണ്ടി, കിസ്മിസ്, തേങ്ങാക്കൊത്ത് എന്നിവ നെയ്യിൽ വറുത്ത് മാറ്റിവെക്കുക. ഉരുളിയിൽ ശർക്കര ഉരുക്കിയതൊഴിച്ച് ഇതിൽ ചക്ക വരട്ടിയത് ചേർത്ത് ഇളക്കി വറ്റിക്കുക. ഇതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് വറ്റിക്കഴിയുമ്പോൾ ഒന്നാം പാലും പൊടിച്ച ചുക്ക്, ജീരകം, ഏലക്ക എന്നിവ ചേർത്ത് ഇളക്കുക. അടുപ്പിൽ നിന്നും ഇറക്കിയതിനു ശേഷം നെയ്യിൽ വറുത്ത കശുവണ്ടി, കിസ്മിസ്, തേങ്ങാക്കൊത്ത് എന്നിവ ചേർക്കുക. ചക്കപ്പായസം റെഡി. ഇതാണ് നമ്മുടെ സാക്ഷാൽ നേന്ത്രപ്പഴ പ്രഥമൻ. സൂപ്പറായിട്ടുണ്ട്. ഔട്ട് ഓഫ് ദി വേൾഡ്. ശരിക്കും ആ പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റും നന്നായിട്ടുണ്ട്. വെരി ഗുഡ്. ഇൻഗ്രീഡിയൻസും അതിൻ്റെ മേക്കിങ്ങും കൂടി ഒന്ന് പറഞ്ഞോളൂ. ഇൻഗ്രീഡിയൻസിൽ ഏത്തപ്പഴമാണ്, നേന്ത്രപ്പഴം. അത് പുഴുങ്ങി അതിൻ്റെ നാരും കുരുവൊക്കെ കളഞ്ഞ് മിക്സിയിൽ നന്നായിട്ട് കുറച്ച് മൂന്നാം പാലിൽ ഒന്ന് പേസ്റ്റ് പോലെ ആക്കി അടിച്ചു വയ്ക്കുക. അതിൽ പിന്നെ അത് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ ആദ്യമേ കുറച്ച് നെയ്യിൽ കാഷ്യൂനട്ടും കിസ്മിസും കൂടെ മുപ്പിച്ച് മാറ്റിയിട്ട് തേങ്ങാക്കൊത്ത് അത് വഴറ്റി മാറ്റി വയ്ക്കുക.
അത് കുറച്ചൊരു ബ്രൗൺ കളറാവണം കടിക്കാനായി. പിന്നെ ഇത് അതേ നെയ്യിൽ ഈ നേന്ത്രപ്പഴം വേവിച്ചത് നന്നായിട്ട് ഒന്ന് വരട്ടിയെടുക്കുക. അതിലേക്ക് നമ്മൾ ഉരുക്കിയ ശർക്കര അതും ഇതിലേക്ക് ചേർത്ത് രണ്ടും കൂടി ഒന്ന് പിടിക്കണം. ശർക്കരയും അതിൻ്റെ നേന്ത്രപ്പഴവും നെയ്യും എല്ലാം ഒരു ഫ്ലേവർ നന്നായിട്ട് വന്നിട്ട് അതിൽ നമ്മൾ മൂന്നാം പാലൊഴിക്കും. മൂന്നാം പാലൊഴിച്ച് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ച് കുറച്ച് തിളച്ച് വരണമായിട്ട് അതിലേക്ക് രണ്ടാം പാൽ ചെറിയ തീയിൽ, തീരെ ചെറുതല്ല, ഒരു മീഡിയം, അതിൽ രണ്ടാം പാലൊഴിച്ച് അതും ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും കുറച്ച് ഏലക്കാപ്പൊടി അതിലിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ തലപ്പാലൊഴിച്ച് ഇളക്കി ഒന്ന് ചൂടാകുമ്പോഴേക്കും തീ കെടുത്താം. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ രണ്ടാം പാലൊഴിക്കുന്ന ഒഴിച്ച് നാകുമ്പോൾ നമ്മൾ ചൗരി വേവിച്ചത് അത് ഇട്ട് കൊടുക്കണം. അതും ഇട്ട് ഒന്ന് വരുമ്പോഴേക്കും പിന്നെയാണ് തലപ്പാലൊഴിക്കുക. സൂപ്പറായിട്ടുണ്ട്. നേന്ത്രപ്പഴം പ്രഥമൻ. ചേരുവകൾ: നേന്ത്രപ്പഴം 1 കിലോഗ്രാം, ശർക്കര 300 ഗ്രാം, ഏലക്കാപ്പൊടി ആവശ്യത്തിന്, നെയ്യ് 5 ടേബിൾ സ്പൂൺ, തേങ്ങയുടെ 1-ാം പാൽ 1 കപ്പ്, 2-ാം പാൽ 1.5 കപ്പ്, 3-ാം പാൽ 2 കപ്പ്, കശുവണ്ടി, കിസ്മിസ് എന്നിവ ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: ഉരുളിയിൽ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ കശുവണ്ടി, കിസ്മിസ്, തേങ്ങാക്കൊത്ത് എന്നിവ വറുത്ത് മാറ്റിവെക്കുക. ഇതേ നെയ്യിലേക്ക് പഴമരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റുക. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും ഉരുകിയ ശർക്കരയും ചേർക്കുക. 3-ാം പാൽ ചേർത്ത് ചെറിയ ചൂടിൽ തിളപ്പിക്കുക. ഇതിലേക്ക് 2-ാം പാൽ ചേർത്ത് വറ്റിക്കുക. ശേഷം 3-ാം പാൽ ചേർത്ത് ഇളക്കിയതിനു ശേഷം ഇറക്കി വെക്കുക. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി, കിസ്മിസ്, തേങ്ങാക്കൊത്ത് എന്നിവ ചേർക്കുന്നതോടെ നേന്ത്രപ്പഴം പ്രഥമൻ റെഡി. വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ക്യാരറ്റ് പായസം. വെരി ഡിഫറെൻറ്റ്. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ്. സാധാരണ നമ്മൾ ക്യാരറ്റ് പായസം ഞാൻ ഇതിനു മുമ്പ് 1-2 പ്രാവശ്യം കുടിച്ചിട്ടുണ്ട്. ഒക്കെ ഒരു ക്യാരറ്റ് ഹലുവയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇതങ്ങനെയല്ല, വേറൊരു നല്ല ടേസ്റ്റ്. വെരി ഗുഡ്. അപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ പായസത്തിൻ്റെ ഇൻഗ്രീഡിയൻസും കൂടി പ്രേക്ഷകർക്കായിട്ട്. ഇൻഗ്രീഡിയൻസ് പ്ലസ് മേക്കിംഗ് പ്രോസസ്സ്. ഓക്കെ. ക്യാരറ്റ് 500 ഗ്രാം ക്യാരറ്റ് എടുത്ത് നന്നായി വൃത്തിയായി കഴുകി അത് ഒന്ന് സ്മോൾ പീസായിട്ട് കട്ട് ചെയ്ത് അതിനുശേഷം നമുക്കിപ്പോൾ ഒട്ടും വൈറ്റമിൻസ് നഷ്ടപ്പെടണ്ടെന്നുണ്ടെങ്കിൽ അത് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാം. എന്നിട്ട് അത് മിക്സിയിൽ ഉടച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് മാറ്റി വയ്ക്കുക. അതുപോലെ സേമിയ നമ്മളൊരു കൊഴുപ്പിന് വേണ്ടിയിട്ടും ആ ഒരു ഇതിന് വേണ്ടിയിട്ടും, കാരണം ക്യാരറ്റ് ഇത് കംപ്ലീറ്റ് പേസ്റ്റ് രൂപത്തിലല്ലേ, അപ്പം അതിൽ നമുക്കൊരു ഈ സേമിയയുടെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് കടിക്കാൻ ഒരു രസത്തിന് വേണ്ടിയിട്ട്, അതെ, അതിന് വേണ്ടിയിട്ടാണ് ആ സേമിയ ഇട്ടത്. പിന്നെ അതുപോലെ ഷുഗർ, പാല്, ഏലക്കായ് പൊടിച്ചത്, കാഷ്യൂനട്ട് ആൻഡ് കിസ്മിസ്. എന്നിട്ട് ഇത് നെയ്യൊഴിച്ച് ആദ്യം കിസ്മിസും കാഷ്യൂനട്ടും നമ്മൾ വറുത്ത് മാറ്റി വെച്ചു. അതിനുശേഷം ആ നെയ്യിലേക്ക് തന്നെ നമ്മളുടെ സേമിയ എടുത്ത് ബ്രൗൺ നിറമാകുന്നവരെ വറുത്ത് കഴിഞ്ഞിട്ട് അതിനാണ് വേവേണ്ടത്. മറ്റേത് ഓൾറെഡി നമ്മൾ വേവിച്ചിട്ട് അല്ലെങ്കിൽ പുഴുങ്ങിയിട്ടാണ് ഉടച്ച് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് അതൊന്ന് വേവുന്നവരെ നമ്മൾ കാത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഈ മാറ്റി വെച്ചിരിക്കുന്ന പേസ്റ്റ് രൂപത്തിലുള്ള ക്യാരറ്റ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പാലൊഴിച്ചിട്ട് പിന്നെയാണ് അതിൻ്റെ പണി കിടക്കുന്നത്. പാലൊഴിച്ചിട്ട് അതിൽ പഞ്ചസാര ഇട്ട് ആ പാല് കുറുകി വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക, കൈവിടാതെ ഇളക്കുക. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഇത്. പിന്നെ ഏലക്കായ ഇട്ട്. ക്യാരറ്റ് സേമിയ പായസം. ചേരുവകൾ: ക്യാരറ്റ് 500 ഗ്രാം, പാൽ 1 ലിറ്റർ, സേമിയ 50 ഗ്രാം, നെയ്യ് 50 ഗ്രാം, പഞ്ചസാര 200 ഗ്രാം, ഏലക്ക ആവശ്യത്തിന്, കശുവണ്ടി, കിസ്മിസ് എന്നിവയും ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: ഉരുളിയിൽ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ സേമിയ ഇട്ട് വറക്കുക. ബ്രൗൺ നിറമാകുമ്പോൾ കുറച്ച് പാലൊഴിച്ച് സേമിയ വേവിക്കുക. ശേഷം പേസ്റ്റ് രൂപത്തിലാക്കിയ ക്യാരറ്റ് ഒഴിച്ച് നല്ലവണ്ണം യോജിപ്പിക്കുക. ചെറുതീയിൽ കുറച്ചുനേരം വെക്കുക. ശേഷം പാൽ, പഞ്ചസാര എന്നിവ ചേർത്ത് തിളപ്പിക്കുക. ഇതിലേക്ക് ഏലക്കാപ്പൊടിയും നെയ്യിൽ വറുത്ത കശുവണ്ടിയും കിസ്മിസ് എന്നിവയും ചേർക്കുക. ക്യാരറ്റ് സേമിയ പായസം റെഡി. ഞാൻ 4 പായസം ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ്, നമുക്ക് വിജയികളെ പ്രഖ്യാപിക്കണം. സോ അതിനു മുമ്പ് ആസ് യൂഷ്വൽ നിറപറാവണം പായസമേളയിൽ
ചെറിയ ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു നിറപറ ഓണം പായസമേള. നിങ്ങളെല്ലാവരും തന്നെ വളരെ ആകാംക്ഷാഭരിതരായി കാത്തിരിക്കുകയായിരിക്കും ഇന്നത്തെ വിജയി ആരാണെന്ന് അറിയാൻ, അല്ലേ? സോ അതിനുവേണ്ടി നമുക്ക് എല്ലാവരെയും ഡയസിലേക്ക് ക്ഷണിക്കാം. ശരിക്കും നിങ്ങളുടെ 4 പേരുടെയും പായസം ഉഗ്രനായിരുന്നു, വളരെ ഡെലീഷ്യസ് ആയിരുന്നു കേട്ടോ. ശരിക്കും ഈ പായസമേളയിൽ സർപ്രൈസിംഗ്ലി ഒരൊറ്റ റെസിപ്പി പോലും റിപ്പീറ്റേഷൻ വന്നിട്ടില്ല. എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഇപ്പം ടേസ്റ്റ് വൈസ് ആയാൽ പോലും വളരെ ഓരോരുത്തരുടെയും ഓരോ സ്റ്റൈൽ ഓഫ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പീസ് ആയിരുന്നു. സോ എന്തായാലും നമുക്ക് ഏതായാലും ഒരു വിജയെ നമുക്ക് പ്രഖ്യാപിച്ചേ പറ്റുള്ളൂ. സോ ഇന്നത്തെ നമ്മുടെ വിജയി മറ്റാരുമല്ല, നേന്ത്രപ്പഴം കൊണ്ട് പായസം ഉണ്ടാക്കിയ ശ്രീലക്ഷ്മി. കൺഗ്രാറ്റുലേഷൻസ്. ശ്രീലക്ഷ്മിക്ക് നിറപറ സമ്മാനിക്കുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഫ്ലവേഴ്സ് ചാനലിൻ്റെ വക ഒരു ഗിഫ്റ്റ് എല്ലാവർക്കും ഉണ്ട്. ഫ്ലവേഴ്സ് ചാനലിൻ്റെ വക ഓണസമ്മാനം. അങ്ങനെ മനോഹരമായ മറ്റൊരു എപ്പിസോഡും കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ഇത് സംഗീത സൈനിങ് ഓഫ്.